നമസ്കാരം. യു.എസ് മാർക്കറ്റുകളെല്ലാം ക്ലോസ് ചെയ്ത് പോസിറ്റീവിലാണ്. ഡൗ ജോൺസ് 0.14%, S&P 500 0.79%, നാസ്ഡാക്ക് 1.38% പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയിൽ വന്ന ഇൻഫ്ലേഷന്റെ ഡേറ്റ മാർക്കറ്റിനെ സംബന്ധിച്ച് ഫേവറബിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2.7 ആണ് പുതിയ ഡേറ്റ സൂചിപ്പിക്കുന്നത്. ഒക്ടോബർ മാസത്തിൽ ഡേറ്റ പുറത്ത് വിട്ടിട്ടില്ലായിരുന്നു. അതിന് തൊട്ട് മുമ്പിലത്തെ മാസം 3% ആണ് ഡേറ്റ വന്നത്. ഡേറ്റ വളരെയധികം പോസിറ്റീവാണ്. അതുപോലെ ആക്സെഞ്ചറിന്റെ റിസൾട്ട് വന്നത് വളരെ പോസിറ്റീവായിട്ടാണ് വന്നേക്കുന്നത്. 6% റവന്യൂവിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഫ്യൂച്ചർ ഗൈഡൻസും ഓർഡറുകളും ഒക്കെ മികച്ച രീതിയിലാണ് വന്നിരിക്കുന്നത്. ഐ ടി സെക്ടറിന് പൊതുവെ ഒരു പോസിറ്റീവായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ബബിൾ എന്ന് പറയുന്ന സമയത്ത് ഐ ടി സെക്ടറിൽ ഇത്തരം റിസൾട്ട് കാണിച്ചത് വളരെ പോസിറ്റീവായിട്ടാണ് വന്നത്. ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് സെന്റിമെന്റ്സ് തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കി. ഇന്നലെ ഒരു ചെറിയൊരു റിക്കവറി കാണിച്ചിരുന്നു. ഫ്ലാറ്റ് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിനെ എല്ലാം സ്വാധീനിക്കാൻ സാധ്യതയുള്ള ജപ്പാന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ്. നമുക്കറിയാം ജപ്പാനിലെ ഇൻട്രസ്റ്റ് റേറ്റ് തീർത്തും ഇല്ല. അവർ ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ജപ്പാനിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ഫണ്ടുകളൊക്കെ തിരിച്ച് ജപ്പാനിലേക്ക് വരുന്നതിനാൽ ആഗോള മാർക്കറ്റിനെ സംബന്ധിച്ച് ബാധിക്കാൻ സാധ്യതയുള്ളതാണ് ജപ്പാനിലെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക്. 8:30ക്കാണ് അത് അനൗൺസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ 12:30ക്ക് അവിടുത്തെ ബാങ്ക് ഓഫീഷ്യൽസിന്റെ ഒരു പ്രസ് മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് പറയുന്ന വിവരങ്ങൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാകുന്ന കാര്യങ്ങളാണ്. ഇനി മറ്റു പ്രധാനപ്പെട്ട ഡേറ്റകൾ വരാനുള്ളത് യുകെയുടെ റീറ്റെയിൽ സെയിൽസ് ഡേറ്റയാണ്. ജർമ്മനിയുടെ കൺസ്യൂമർ കോൺഫറൻസ് ഡേറ്റയും അതുപോലെ RBIയുടെ കഴിഞ്ഞ മീറ്റിംഗിന്റെ മിനിറ്റ്സും ഇന്ന് റിലീസ് ആവാനാണ് ഉണ്ട്. മറ്റൊന്ന് ഇന്ത്യൻ മാർക്കറ്റിലെ സെക്യൂരിറ്റീസ് മാർക്കറ്റ് കോഡ് ബില്ല് പാർലമെന്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലാണ് വരുന്നതെന്നാണ് കേൾക്കുന്നത്. അതുകൂടാതെ തന്നെ മറ്റു സ്റ്റോക്ക് സ്പെസിഫിക് നോക്കിക്കഴിഞ്ഞാൽ റിലയൻസ് കൺസ്യൂമർ തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള ഉദയം അഗ്രോ ഫുഡ്സിനെ ഏറ്റെടുക്കുന്നുണ്ട്. വെൽ എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡാണ് തമിഴ്നാട് ബേസ് ചെയ്തിട്ടുള്ള ഈ കമ്പനി ഏറ്റെടുക്കുന്നു എന്നുള്ള ഒരു വാർത്തയുണ്ട്. അതുപോലെ തന്നെ മോർഗൻ സ്റ്റാൻലി റിലയൻസിന്റെ ടാർജറ്റ് ആയിട്ട് 20% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റിലയൻസ് നിഫ്റ്റിയിൽ വെയിറ്റേജ് കൊടുത്തിട്ടുള്ള ഷെയർസ് ആണ്. ഇതൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. മറ്റൊന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. അത് മാർക്കറ്റിനെ സംബന്ധിച്ച് മറ്റൊരു പോസിറ്റീവ് ന്യൂസ് ആണ്. ഒമാനുമായിട്ട് ഇന്ത്യ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അമേരിക്കയുള്ള താരിഫ് റിലേറ്റഡ് ഇഷ്യൂ വന്നതിന് ശേഷം ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായിട്ടെല്ലാം ഇത്തരത്തിൽ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവാണ്. ഇന്ത്യ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ചൈനയിൽ നിന്നുള്ള ചില സ്റ്റീൽ പ്രോഡക്റ്റുകൾക്ക് ചുമത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്സ് ഹെൽത്ത് കെയർ ഏതാണ്ട് 1000 കോടി പൂനെയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. മറ്റൊന്ന് NTPC ഏതാണ്ട് 244 ജിഗാവാട്ടിന്റെ ഒരു എക്സ്പാൻഷൻ പ്ലാൻ 2037 വരെയുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. 7 ലക്ഷം കോടി രൂപയാണ് ഇത് പ്രോജക്റ്റ് പറയുന്നത്. ഇതൊക്കെയാണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. 8:30ക്ക് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും 12:30യോടുകൂടി അവരുടെ ഒഫീഷ്യൽസിന്റെ മീറ്റിംഗ്സ് ആണുള്ളത്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗിന് ആശംസിക്കുന്നു. താങ്ക് യു.